ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ പുസ്തക ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം പ്രശസ്ത സിനിമാ നടനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ വി.കെ. ശ്രീരാമൻ രചിച്ച വേറിട്ട കാഴ്ചകൾ എന്ന ലേഖന സമാഹാരമാണ്. ലേഖന സമാഹാരം, ഉപന്യാസം എന്നൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് കഥയുടെയും യഥാർത്ഥ ജീവിതത്തിൻ്റെയും ഊടും പാവും നെയ്തതാണ്. യഥാർത്ഥ ജീവിതത്തിൽ നിന്നും രചിക്കപ്പെട്ട കഥകൾ. കഥയുടെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പുകൾ ഇല്ലാതാവുന്ന എഴുത്ത്. യഥാർത്ഥത്തിൽ വി.കെ. ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ എന്ന ഈ പുസ്തകം അങ്ങനെയാണ് അനുവാചകർക്ക് ഹൃദ്യമായി അനുഭവപ്പെടുന്നത്. കൈരളി ടി.വിയിലും കലാകൗമുദിയിലും പ്രക്ഷേപണം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കുറിപ്പുകളാണ് ഇതെല്ലാം. വേറിട്ട കാഴ്ചകൾ എന്ന് തന്നെ പേരുള്ള കൈരളി ടി.വിയിലെ പരമ്പരയ്ക്ക് ആയിരക്കണക്കിന് കാഴ്ചക്കാരുണ്ടായിരുന്നു. അക്കാലത്തെ ടി.വി പരമ്പരകളിൽ കണ്ണാടി പോലെ തന്നെ ടി.എൻ. ഗോപകുമാറിൻ്റെ കണ്ണാടി പോലെ തന്നെ ശ്രദ്ധേയമായ പരമ്പരയായിരുന്നു ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ. പിന്നീട് കലാകൗമുദിയിൽ ശ്രീ കള്ളിക്കാട് രാമചന്ദ്രൻ്റെ നിർദ്ദേശാനുസരണം ശ്രീരാമൻ കലാകൗമുദിയിലും വേറിട്ട കാഴ്ചകൾ എഴുതുകയായിരുന്നു. അതിൻ്റെ പുസ്തക രൂപമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ പച്ച ജീവിതങ്ങളാണ്. നമ്മോടൊപ്പം ജീവിക്കുകയും എന്നാൽ നമ്മെപ്പോലെ അല്ലാതെ ശരാശരി ജീവിതങ്ങളിൽ ജീവിതത്തെ തളം കെട്ടി നിർത്താതെ വ്യത്യസ്തമായും അസാധാരണമായും ജീവിതം നയിക്കുന്ന മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരാണിവർ. എന്നാൽ അവരുടെ ചിന്തകളും പ്രവൃത്തികളും അവരെ അസാധാരണ മനുഷ്യരായി മാറ്റുന്നു. നമ്മുടെ ഇടയിൽ ഇവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരെ സവിശേഷമായി ശ്രദ്ധിക്കുന്നില്ല. ഒന്നുകിൽ അവരെ അവഗണിക്കുന്നു, അതല്ലെങ്കിൽ
അവരെ പരിഹസിക്കുന്നു. അതുമല്ലെങ്കിൽ അവരെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു. വേറിട്ട ഒന്നിനെയും സ്വീകരിക്കാനോ സഹിഷ്ണുതയോടെ അവരോട് പെരുമാറാനോ നമ്മുടെ പൊതുസമൂഹം ഇപ്പോഴും പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മലയാളി പൊതുസമൂഹം തങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനെ അവർ ഒറ്റപ്പെടുത്തുകയോ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യരെ, ഇത്തരം വേറിട്ട ചിന്താഗതികളുള്ള, വ്യത്യസ്തമായി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരുമായി ദീർഘനേരം സംസാരിച്ച് അവരുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് പഠിച്ച് അവരുടെ ഭൂതകാലവും വർത്തമാനകാലവും പരിശോധിച്ച് പഠിച്ച് അറിഞ്ഞ് വലിയ ശ്രമത്തിൻ്റെ ഫലമാണ് വി കെ ശ്രീരാമൻ്റെ വേറിട്ട കാഴ്ചകൾ എന്ന ഈ പുസ്തകം. ഓരോരോ ജീവിതത്തെയും അതിൻ്റെ തനിമയോടെ ആഴത്തിലും പരപ്പിലും അറിയാൻ ശ്രീരാമൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊന്ന് ഇതിൻ്റെ ആഖ്യാന ശൈലിയാണ്. അതീവ ഹൃദ്യമായ, അതീവ പാരായണക്ഷമതയുള്ള, നർമ്മത്തിൻ്റെ മേമ്പൊടിയുള്ള, നാടകീയതയുടെയും കഥയുടെ മാസ്മരികതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശ്രീരാമൻ്റെ എഴുത്ത് ശൈലി നമ്മെ ഈ ലേഖനങ്ങളെല്ലാം വായിപ്പിക്കുന്ന ശൈലിയാണ്. ഓരോരോ ജീവിതത്തെയും അദ്ദേഹം അതിൻ്റെ വ്യതിരിക്തതകളെയും അടരുകളെയും അവതരിപ്പിക്കുന്നു. അതിൻ്റെ സ്വാഭാവികതയോടെ. അമിതമായ സഹാനുഭൂതിയില്ല, അമിതമായ അനുഭാവങ്ങളില്ല, വിധി നിർണയങ്ങളില്ല, വിലയിരുത്തലുകളില്ല. ഓരോ ജീവിതത്തിൻ്റെയും സ്വാഭാവികമായ പ്രവാഹത്തിനോടൊപ്പം ശ്രീരാമൻ എന്ന എഴുത്തുകാരനും ഒഴുകുന്നു. ആ ജീവിതത്തിലെ പ്രത്യേകതകളെ, സവിശേഷതകളെ അനുവാചകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കാഴ്ചയുടെ പരിമിതികളിൽ നിന്നും മോചിതനായി എഴുത്തിൻ്റെ അപരിമേയമായ ആഖ്യാനത്തിൻ്റെ ആകാശങ്ങളിലേക്ക് ശ്രീരാമൻ പലപ്പോഴും അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം കുറെ വേറിട്ട ജീവിതങ്ങളെ സ്പർശിച്ച, അനുഭവിച്ച, അറിഞ്ഞ അനുഭവമായി മാറുന്നു. ഇതിൽ നിരവധി 2 ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നിരവധി വേറിട്ട മനുഷ്യരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല.
ഇതിൽ ചില ജീവിതങ്ങളെ മാത്രമേ ഞാൻ ഈ ആമുഖ പ്രഭാഷണത്തിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിൽ ആദ്യത്തെ അനുഭവം, ആദ്യത്തെ ജീവിതം, അത് മന്ദാരപ്പൂവായിരുന്നില്ല എന്ന ആഖ്യാനമാണ്. യശോധര എന്ന വയോധികയായ സ്ത്രീയുടെ വ്യത്യസ്തമായ ജീവിതത്തെയാണ് ശ്രീരാമൻ അത് മന്ദാരപ്പൂവായിരുന്നില്ല എന്ന ഖണ്ഡത്തിലൂടെ അവതരിപ്പിക്കുന്നത്. യശോധര എം ടി വാസുദേവൻ നായരുടെ പ്രശസ്തമായ അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം എന്ന കഥയിലെ നായികയാണ്. കഥയിൽ അവരുടെ പേര് വസുന്ധര എന്നാണ്. യഥാർത്ഥ പേരാണ് യശോധര. എം ടി വാസുദേവൻ നായർ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സഹപാഠിയായിരുന്നു യശോധര. അവൾ അതീവ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. വിടർന്ന കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന ആകാര സൗകുമാര്യവുമുള്ള ആ പെൺകുട്ടി ക്ലാസ്സിൽ മാത്രമല്ല സ്കൂളിലും വളരെയധികം ശ്രദ്ധേയയാവുന്നു. ഒരുപാട് കഴിവുകളുള്ള, ആരെയും ആകർഷിക്കുന്ന ആ പെൺകുട്ടിയെ ആ നാട്ടിലെ ജന്മിപുത്രനായ വാസുദേവൻ പ്രണയിക്കുകയാണ്. വാസുദേവൻ നമ്പൂതിരി സമുദായത്തിലെ അക്കാലത്തെ ആ നാട്ടിലെ ജന്മിയായ നമ്പൂതിരിയുടെ മകനായി ജനിച്ച ആളാണ്. അയാൾ ഇതിനു മുമ്പ് ഒരു വേളി കഴിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന യശോധര എന്ന പെൺകുട്ടിയെ അയാൾ പ്രണയിക്കുന്നു. വാസുദേവൻ എന്ന അപ്പോൾ വിദ്യാർത്ഥിയല്ല, അപ്പോഴേക്ക് യുവാവായി മാറിക്കഴിഞ്ഞിരുന്ന വാസുദേവൻ അക്കാലത്ത് പല ക്ലാസ്സുകളിലും പലതവണ തോറ്റും ജയിച്ചും പഠിച്ചും ഒക്കെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴേക്കും യൗവനയുക്തരായി മാറിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള വാസുദേവൻ നമ്പൂതിരിയുടെ പ്രണയത്തെയോ അയാളുടെ വിവാഹാഭ്യർത്ഥനയെയോ നിരസിക്കാൻ യശോധര എന്ന പെൺകുട്ടിക്കോ അവളുടെ രക്ഷിതാക്കൾക്കോ സാധിക്കുന്നില്ല. അതിന് കാരണം അക്കാലത്ത് നാട്ടിലെ ജന്മികളായ ആളുകളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ നിസ്വരായ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വാസുദേവൻ നമ്പൂതിരിയുടെ ഇംഗിതപ്രകാരം യശോധര വിവാഹിതയാകുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ വാസുദേവൻ നമ്പൂതിരിയുടെ അമ്മ മരിക്കുന്നു. പിന്നീട് അതിൻ്റെ ദീക്ഷ 1 വർഷം നീളുന്നു. ദീക്ഷ കഴിയുമ്പോഴേക്കും വാസുദേവൻ നമ്പൂതിരിക്ക് വസൂരി എന്ന മാരക രോഗം ബാധിക്കുന്നു.
അധികം താമസിയാതെ അയാൾ മരിച്ചു പോകുന്നു. വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും സന്ധിക്കാതെ യശോധര എന്ന പെൺകുട്ടി വിധവയായി മാറുന്നു. അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകത്തിൽ വസുന്ധര എന്ന വിധവ ജനിക്കുന്നു. പിന്നീട് യശോധര മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല. തൻ്റെ ഈ തകർന്നുപോയ ദാമ്പത്യത്തിൻ്റെ ആ ദുരന്തത്തിൽ നിന്നും അവൾ മോചിതയാകുന്നില്ല. അവൾക്ക് പിന്നീട് പല വിവാഹാലോചനകൾ വരുന്നുണ്ടെങ്കിലും അവൾ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. കാലക്രമേണ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോകുന്നു. സഹോദരങ്ങൾ മാറി താമസിക്കുന്നു. ഇപ്പോൾ ശ്രീരാമൻ സന്ദർശിക്കുമ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ വീട്ടിൽ 4 ഭാഗവും വലിയ പൊന്തക്കാടുകളാൽ നിറഞ്ഞ ഒരു വീടിനുള്ളിൽ കുറുനരിയും നായയും പൂച്ചകളുമൊക്കെയുള്ള ആ ക്ഷയിച്ച വീടിനുള്ളിൽ അവർ ഏകയായി കഴിയുന്നു. അവർക്ക് ജീവിക്കാനുള്ള ആകെയുള്ള വരുമാനം ആ വളപ്പിൽ നിന്നും കിട്ടുന്ന കുറച്ച് തേങ്ങയും അടയ്ക്കയും മാത്രമാണ്. അങ്ങനെ ദാരിദ്ര്യത്തിലും ഏകാന്തതയിലും ആ സ്ത്രീ ഒറ്റയ്ക്ക് കഴിയുകയാണ്. അവർ തൻ്റെ ആ പ്രഫുല്ലമായിരുന്ന ജീവിതത്തിൻ്റെ കാലം ഓർക്കുന്നുണ്ട് ഈ അനുഭവക്കുറിപ്പിൽ. ശ്രീരാമൻ അത് ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നുണ്ട്. അന്ന് യശോധര, വസുന്ധര മുടിയിൽ ചൂടിയിരുന്നത് മന്ദാരപ്പൂവായിരുന്നു എന്ന് MT വാസുദേവൻ നായർ തൻ്റെ കഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യശോധര പറയുന്നു അത് മന്ദാരപ്പൂവായിരുന്നില്ല, അത് ഒരു നന്ദ്യാർവട്ടത്തിൻ്റെ പൂവായിരുന്നു. സ്കൂളിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുമ്പോൾ താൻ പറിച്ച് മുടിയിൽ ചൂടാറുള്ള പൂവായിരുന്നു അത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ദുരന്തത്തെ, ഒരു ജീവിതത്തിൻ്റെ ഏകാന്തമായ ജീവിതത്തിൻ്റെ അടരുകളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് അത് മന്ദാരപ്പൂവായിരുന്നില്ല എന്ന ഈ അനുഭവാഖ്യാനത്തിലൂടെ ശ്രീരാമൻ. ഇതിൽ ലാഞ്ചി എന്ന ഒരു അനുഭവാഖ്യാനമുണ്ട്. വേലായുധൻ 1961 7 ലക്ഷം രൂപയ്ക്ക് ഒരു പത്തേമാരി വാങ്ങി അതിൽ നാട്ടുകാരെ വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും അവർക്ക് തൊഴിലാകുന്നതും പലരും ഉപജീവനം കരുപ്പിടിപ്പിക്കുന്നതൊക്കെയാണ്. എന്നാൽ വലിയൊരു ചതിയിൽ കുടുങ്ങി വേലായുധൻ്റെ ആ പത്തേമാരി നഷ്ടപ്പെടുകയും അയാൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലേക്കും ദാരിദ്ര്യങ്ങളിലേക്കും നിബദിക്കുകയും ചെയ്യുന്നു. അയാൾ തൻ്റെ ഏറ്റവും സജീവമായിരുന്ന, സക്രിയമായിരുന്ന യൗവനകാലം ഓർക്കുകയാണ്. അന്ന് അയാൾ പരിചയപ്പെട്ടിരുന്ന മനുഷ്യർ, അവരുമായി അടുത്തിടപഴകിയിരുന്നത്, ആ കാലം വേലായുധൻ എന്ന വയോധികൻ ലാഞ്ചി എന്ന ഈ അനുഭവ ആവിഷ്കാരത്തിൽ ഓർത്തെടുക്കുന്നതിൻ്റെ ആവിഷ്കാരമാണ് ലാഞ്ചി. പാഴ്പണ്ടങ്ങളുടെ പ്രഭു എന്ന ആഖ്യാനം കാളത്തോട്ടുകാരൻ ജോസിൻ്റെതാണ്. കാളത്തോട്ടുകാരൻ ജോസിൻ്റെ വിചിത്രമായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അയാൾ
മറ്റുള്ളവർ പാഴ്വസ്തുക്കളാണ് എന്ന് കരുതുന്ന സാധനങ്ങളെല്ലാം വാങ്ങി തൻ്റെ വീടിനുള്ളിലും വീടിൻ്റെ മുറ്റത്തും വീട്ടുപറമ്പിലുമെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. തൃശ്ശൂർ ടൗണിൽ 50 സെന്റ് സ്ഥലമുണ്ട് ജോസിന്. ഈ 50 സെന്റിൽ നിറയെ പാഴ്വസ്തുക്കളാണ്. പാഴ്വസ്തുക്കളാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ജോസ് വിചാരിക്കുന്നത് ഇവയ്ക്കെല്ലാം ഒരിക്കൽ വലിയ മൂല്യമുണ്ടാകും. അന്നെനിക്ക് ലക്ഷക്കണക്കിന് രൂപ ലഭിക്കും. അതുകൊണ്ട് ഇതൊന്നും പാഴ്വസ്തുക്കളല്ല. ഇതൊരിക്കൽ മനുഷ്യന് ഏറ്റവും ഉപയോഗപ്രദമായ വസ്തുക്കളായി മാറുമെന്ന് ജോസ് ഉറച്ചു വിശ്വസിക്കുന്നു. ജോസിൻ്റെ അമ്മയും അനുജനും ആ വീട്ടിലുണ്ട്. ആ വീടിനുള്ളിലോ ആ വീടിൻ്റെ പരിസരത്തോ ഒരു തരി സ്ഥലം പോലുമില്ല. അത്രയധികം പാഴ്വസ്തുക്കൾ കൊണ്ട് ആ വീടും കോമ്പൗണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇതിൽ പല വിധത്തിലുള്ള പല ജാതിക്കാരായ പക്ഷികൾ വന്ന് അധിവസിക്കുന്നു. അങ്ങനെ ഈ പാഴ്പണ്ടങ്ങളുടെ കാവൽക്കാരനായി ഈ ജോസ് ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾക്ക് 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അന്ന് 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 2003 ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ എഡിഷൻ വരുന്നത്. അപ്പോൾ ജോസിൻ്റെ കാത്തിരിപ്പ് തുടരുകയാണ്. അയാളുടെ വീടും പറമ്പും മുഴുവനും നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന ഈ പാഴ്വസ്തുക്കൾ ഒരിക്കൽ ഏറ്റവും മൂല്യവത്തായ വസ്തുക്കളായി മാറുമെന്നുള്ള പ്രതീക്ഷയോടെ കാളത്തോട്ടുകാരൻ ജോസ് ജീവിക്കുന്നു. മറ്റൊരു അനുഭവ ആഖ്യാനം ഇതിൽ ചാത്തയുടേതാണ്. ചാത്തയുടെ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ ശ്രീരാമൻ ഇതിൽ അവതരിപ്പിക്കുന്നു. ചാത്ത ആ നാട്ടിലെ ജന്മിഗൃഹത്തിലെ ജോലിക്കാരനായിരുന്നു. അയാൾക്ക് പെങ്ങളും അച്ഛനും അമ്മയും ഒക്കെയുള്ള നല്ലൊരു കുടുംബമാണ്. അയാൾ ഒരു ദിവസം പൂരം കാണാൻ പോയി, ഊത്രാളിക്കാവിലെ പൂരം കാണാൻ പോയി വന്നപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ചാത്തയുടെ അച്ഛൻ അയാളെ ശാസിക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ചാത്ത കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ തൊഴുത്തിൽ പശു കരയുന്നതായിട്ട് കേട്ടു. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പ്ലാവില കോട്ടി തുടങ്ങിയ ചാത്ത പെങ്ങളോട് പറഞ്ഞു, പശു കരയുന്നുണ്ട്, ഞാനൊന്ന് തൊഴുത്തിൽ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് തൊഴുത്തിലേക്ക് പോയ ചാത്ത പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് 58 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. 58 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ചാത്ത പിന്നീട് ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുന്നത്. ഈ 6 പതിറ്റാണ്ടുകളോളമുള്ള അലഞ്ഞു തിരിയലിന് ശേഷം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള ജീവിതത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ചാത്ത തൻ്റെ പെങ്ങളെയും, അപ്പോഴേക്കും വൃദ്ധയായി മാറിക്കഴിഞ്ഞ പെങ്ങളെയും അളിയനെയും ഒക്കെ കാണുന്നതും, നാട്ടുകാർ ചാത്തയെ കാണാൻ വരുന്നതും, ചാത്ത 6 പതിറ്റാണ്ട് കൊണ്ട് മാറിയ നാടിനെ കാണുന്നതുമാണ് ഈ കുറിപ്പുകൾ. ചാത്ത എന്ന ഈ വേറിട്ട മനുഷ്യൻ്റെ കാഴ്ച. അയാൾ ഇത്രയും വർഷങ്ങൾ
മറ്റു രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോഴും അയാളുടെ വീട്ടിലും അയാളുടെ മനസ്സിൽ വീടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ചാത്ത ഈ സുദീർഘമായ വർഷങ്ങൾക്കിടയിൽ സ്വന്തം നാട്ടിലേക്കോ വീട്ടിലേക്കോ മടങ്ങി വന്നില്ല. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്ന ചാത്തയെ പെങ്ങൾ ആദ്യം തിരിച്ചറിയുന്നില്ലെങ്കിലും പിന്നീട് തിരിച്ചറിയുകയും വികാരസാന്ദ്രമായ മുഹൂർത്തങ്ങളിലൂടെ തൻ്റെ ആങ്ങളയെ, താനെന്ന് ചെറിയ കുട്ടിയാണ് ഈ പെങ്ങൾ, തിരിച്ചറിയുകയും തൻ്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നാട്ടിൽ നിന്നും 6 പതിറ്റാണ്ട് കൊണ്ട് താൻ ബഹിഷ്കൃതനായിരിക്കുന്നു, താൻ വിസ്മൃതനായിരിക്കുന്നു എന്നുള്ള വേദനിക്കുന്ന യാഥാർത്ഥ്യം, സത്യം ചാത്ത തിരിച്ചറിയുകയും അയാൾ വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്നു. തൂണുകളുടെ വേലായുധൻ എന്ന ഒരു അധ്യായമുണ്ട് ഈ പുസ്തകത്തിൽ. തൂണുകളുടെ വേലായുധൻ നിരവധി തൂണുകൾ പണിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കോൺക്രീറ്റ് തൂണുകൾ 28ഓളം കോൺക്രീറ്റ് തൂണുകൾ അയാളിപ്പോൾ പണിത് കഴിഞ്ഞു. ഈ തൂണുകൾ പണിയുന്നത് അതിൻ്റെ മുകളിൽ വീട് വയ്ക്കാനാണ്. എന്താണ് അതിനുള്ള കാരണം? വേലായുധൻ്റെ വീടിനരികിലൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ തോട് കാവേരി നദിയുടെ ഒരു കൈവഴിയാണ് എന്ന് വേലായുധൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും ഈ തോട്ടിലേക്ക് ആ മഹാനദി പ്രവഹിക്കുകയും അന്ന് വലിയ പ്രളയമുണ്ടാകുമ്പോൾ വീട് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൂണുകളുടെ മുകളിൽ വേലായുധൻ വീട് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് തൂണുകളുടെ വേലായുധൻ്റെ ഒരു ഹ്രസ്വമായ വിവരം. മറ്റൊന്ന് കഥ വീരപ്പൻ അറിയുന്നുവോ? ഒരു ഹൃദയഭേദകമായ ദുരന്തത്തിൻ്റെ കഥയാണ് കഥ വീരപ്പൻ അറിയുന്നുവോ. അമ്മിണി എന്ന വയോധിക അകാലത്തിൽ അപകടത്തിൽ മരണപ്പെട്ട മകൻ്റെ ഓർമ്മകളുമായി അലയുന്ന വേദനാജനകമായ ഒരു അനുഭവാഖ്യാനമാണ് കഥ വീരപ്പൻ അറിയുന്നുവോ എന്ന ആഖ്യാനം. ഒറ്റപ്പാലത്തെ ഹനുമാൻ ഈ വേറിട്ട കാഴ്ചകളിൽ വേറിട്ട് നിൽക്കുന്നതാണ്. സാന്റോ കൃഷ്ണൻ എന്ന 3000-ലധികം സിനിമകളിൽ അഭിനയിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണിത്. എന്നാൽ അയാൾ പ്രശസ്തനായൊരു നടനായി മാറുകയോ സമ്പന്നനായി മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. അയാൾ സിനിമകളിൽ നിന്നും സിനിമകളിലേക്ക്, സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക്, ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 3000-ലധികം സിനിമകൾ അഭിനയിച്ച സാന്റോ കൃഷ്ണൻ്റെ അനുഭവങ്ങൾ ഇതിൽ അതീവ ഹൃദ്യമായി ആവിഷ്കരിക്കുന്നുണ്ട് ശ്രീരാമൻ. ബ്രഹ്മക്ഷേത്രം എന്ന വിഷ്ണുമായ സ്വാമിനികളുടെ വിചിത്രമായ കഥയാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിന് മുൻപിലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ വിഷ്ണുമായ സ്വാമിനികളുടെ ബ്രഹ്മക്ഷേത്രം. വിഷ്ണുമായ സ്വാമിനികളുടെ ജീവിത വൃത്തി, ജീവിതോദ്ദേശ്യം, ജീവിത ലക്ഷ്യം ഈ ലോകത്തെ സമുദ്ധരിക്കുക, ഈ ലോകത്തിലെ തിന്മകളെയെല്ലാം ഇല്ലാതാക്കി നന്മയുടെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിനായി അവർ ചെയ്യുന്നത് ലോകത്തിലെ രാഷ്ട്രത്തലവന്മാർക്ക്, ലോക നേതാക്കൾക്ക് കത്തുകൾ അയക്കുക എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക്, രാഷ്ട്ര ഭരണാധികാരികൾക്ക് ഈ വിഷ്ണുമായ സ്വാമിനികൾ നിരന്തരമായി കത്തുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു.
ചിലരതിന് മറുപടി അയച്ചിട്ടുണ്ട്, അതവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ഒരു ജന്മനിയോഗം, ജന്മദൗത്യം ഇങ്ങനെയുള്ള കത്തുകൾ അയച്ച് അവരെ ബോധവൽക്കരിക്കുകയും അവരുടെ തെറ്റുകളെ രാഷ്ട്ര തലവന്മാരുടെ, രാഷ്ട്ര നേതാക്കളുടെ, ഭരണാധിപന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്തുക എന്നുള്ള ഒരു ജന്മദൗത്യമാണ് സ്വാമിനികൾ നിർവഹിക്കുന്നത് എന്ന് വിഷ്ണുമായ സ്വാമിനികൾ പറയുന്നു. ഇതിൽ ജയകൃഷ്ണൻ എന്ന ഒരു അധ്യായമുണ്ട്. ജയകൃഷ്ണൻ സിനിമകൾ നിർമ്മിക്കുകയാണ്. നിരവധി കഴിവുകളുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജയകൃഷ്ണൻ. അയാളുടെ അച്ഛനും അമ്മയും അധ്യാപകരാണ്, അധ്യാപക ദമ്പതികളാണ്. അവരുടെ മകനായ ജയകൃഷ്ണൻ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയാണ്. ഈ ചലച്ചിത്രങ്ങളൊക്കെ നിർമ്മിച്ച് CD-കളിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു. അത് പക്ഷെ ആരും കാണുന്നില്ല. അത് പ്രദർശനശാലകളിൽ, സിനിമാ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നില്ല. അത് ഒരു തിയേറ്ററുകാരും വാങ്ങുന്നില്ല. അതിന് പ്രതിഫലം കൊടുക്കുന്നില്ല. അത് ആകെ പ്രദർശിപ്പിക്കുന്നത് തൻ്റെ അധ്യാപകനായ ജയകൃഷ്ണൻ്റെ അച്ഛൻ വിരമിക്കുന്ന സമയത്ത് സ്കൂൾ ആനിവേഴ്സറിയിലാണ്. രണ്ടാമത്തെ പ്രദർശനം ജയകൃഷ്ണൻ്റെ അമ്മ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഉള്ള വാർഷികാഘോഷത്തിലാണ്. ഇങ്ങനെയുള്ള ഈ 2 സ്കൂൾ വാർഷികാഘോഷങ്ങളിൽ മാത്രമാണ് ജയകൃഷ്ണൻ്റെ സിനിമകൾ പ്രദർശിപ്പിച്ചത്. ജയകൃഷ്ണൻ്റെ സിനിമകൾക്ക് അത്യഗാധമായ അർത്ഥതലങ്ങളുണ്ടെന്നും സാധാരണ മനുഷ്യർക്ക് അത് ആസ്വാദ്യപ്രദമാകുന്നില്ല, അതാണ് കുഴപ്പമെന്നും ജയകൃഷ്ണൻ പറയുന്നു. ജയകൃഷ്ണനെ പോലെ ഉയർന്ന് ചിന്തിക്കാനും ജയകൃഷ്ണൻ്റെ ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും അനന്തമായ തലങ്ങളെ സ്പർശിക്കാനും സാധാരണ മനുഷ്യർക്ക്, സാധാരണ പ്രേക്ഷകർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് തൻ്റെ മകൻ്റെ ചലച്ചിത്രങ്ങൾ ഇങ്ങനെ അലമാറയിൽ അടച്ചിടേണ്ടി വന്നത് എന്ന് ജയകൃഷ്ണൻ്റെ അമ്മയും അച്ഛനും പറയുന്നു. അവർ ഇന്ന് വലിയ കടബാധ്യതരാണ്. മകൻ്റെ ചലച്ചിത്ര മോഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ കടം വാങ്ങി അവർ വലിയ ബാധ്യതയിൽപ്പെട്ടിരിക്കുന്നു. ജയകൃഷ്ണൻ്റെ അച്ഛൻ പക്ഷാഘാതം ബാധിച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ജയകൃഷ്ണൻ എന്ന ഈ പ്രതിഭയുടെ ചലച്ചിത്ര മോഹം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ ശ്രീരാമൻ സങ്കടത്തോടെ നമുക്ക് കാണിച്ചു തരുന്നു. മറ്റൊന്നാണ് വൃഗോദരൻ എന്ന വിജയൻ്റെ അനുഭവ കഥ. വിജയൻ ഭയങ്കരമായി അധ്വാനിക്കുകയും ഭയങ്കരമായി ഭക്ഷണം കഴിക്കുകയും ഭയങ്കരമായി യാത്ര ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ് വിജയൻ എന്ന ചെറുപ്പക്കാരൻ. അയാൾ യാത്ര ചെയ്യുന്നത് സൈക്കിളിലാണ്. ഒരു ദിവസം തന്നെ അയാൾ 100 കണക്കിന് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടും. ഭയങ്കരമായി ഭക്ഷണം കഴിക്കും. 25 പൊറോട്ട, 10-15 ബീഫ് ഫ്രൈ, 50 ചായ, ഇങ്ങനെയൊക്കെയാണ് വിജയൻ്റെ ഭക്ഷണത്തിൻ്റെ സമ്പ്രദായം. അയാളുടെ പ്രാതൽ 50 ഇഡ്ഡലി, അത്രയും ചായ. 11 മണി 12 മണി ആകുമ്പോഴേക്കും 30-40 പൊറോട്ടകൾ. ഇതൊക്കെ ഇയാൾ ബിരിയാണി, കോഴിക്കോട് ബ്രദേഴ്സ് ഹോട്ടലിൽ മികച്ച ബിരിയാണി, ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി അവിടെയാണ് കിട്ടുക എന്ന് പറഞ്ഞ് കുന്നംകുളത്തിനടുത്ത് പെരുമ്പിലാവിലെ സ്വദേശിയായ ജയകൃഷ്ണൻ കോഴിക്കോട്ടേക്ക് സൈക്കിൾ ചവിട്ടും. അങ്ങനെ കോഴിക്കോട്ടിൽ നിന്നും ബിരിയാണി കഴിച്ച് തിരിച്ചു സൈക്കിൾ ചവിട്ടും.
തെങ്ങുകയറ്റമാണ് വിജയൻ്റെ ജോലി. ഒരു ദിവസം 100 കണക്കിന് തെങ്ങിൽ അതിവേഗം വിജയൻ കയറും. അതിനനുസരിച്ചുള്ള പ്രതിഫലവും അയാൾ നേടും. ആ നാട്ടിലുള്ള ഒരു ഹോട്ടലിൽ ആണ് വിജയൻ്റെ ഭക്ഷണം. വിജയന് മാത്രമായിട്ട് ആ ഹോട്ടലിൽ ഒരു സ്ഥലം തുണിയിട്ട് മറച്ച് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസാധാരണമായി ഭക്ഷിക്കുന്ന, അസാധാരണമായി ജോലി ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന വിജയനെ വൃഗോദരൻ എന്ന അധ്യായത്തിൽ ശ്രീരാമൻ കാണിച്ചു തരുന്നു. നാട്ടുവെളിച്ചം എന്ന അധ്യായത്തിൽ അപ്പുക്കുട്ടൻ കവിയെ കാണിച്ചു തരുന്നുണ്ട്. അപ്പുക്കുട്ടൻ കവിക്ക് ഇപ്പോൾ 91 വയസ്സുണ്ട്. ഈ വേറിട്ട കാഴ്ചകൾ അവതരിപ്പിക്കുമ്പോൾ 91 വയസ്സുണ്ട്. അദ്ദേഹം അക്കാലത്ത് കവിതകൾ രചിച്ച് സ്വയം ചൊല്ലി ഉപജീവനം കണ്ടെത്തിയിരുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ തൻ്റെ ബാധ്യതപ്പെട്ട കുടുംബത്തെ പനക്കൽ ജന്മിയിൽ നിന്നും അയാൾ വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കടബാധ്യതകളിൽ നിന്നും കുടുംബത്തെയും സഹോദരങ്ങളെയൊക്കെ കടബാധ്യതകളിൽ നിന്നും താൻ രചിച്ച കവിതകൾ കൊണ്ട് സംരക്ഷിക്കുന്ന അപ്പുക്കുട്ടക്കവി എന്ന ഈ ആഖ്യാനം അതീവ ഹൃദ്യമാണ്. ഇങ്ങനെ ഹൃദ്യമായ, ഹൃദയസ്പർശിയായ അനേകം ജീവിതങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഈ പുസ്തകം വായിക്കുവാനും ആസ്വദിക്കുവാനും വേറിട്ട ജീവിതങ്ങളെ അറിയുവാനും ഈ ഗ്രന്ഥശാലയിലെ എഴുത്തുകാരും വായനക്കാരുമായ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.